ഷാർജയിൽ മകളെ കൊന്ന് ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിഭജിക ഭർത്താവിൽ നിന്നും നേരിട്ട ക്രൂര പീഡനം നിതീഷ് മർദ്ദിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഷാർജയിലെ വീട്ടുജോലിക്കാരിയെ ചോദ്യം ചെയ്യണമെന്ന് വിഭജികയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷമീർ, ഈ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനമേറ്റു എന്ന് നമ്മളാണ് ആദ്യം വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ അച്ഛനിൽ നിന്നും വിഭജികയ്ക്ക് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടുജോലിക്കാരിയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഷാർജയിലെ അൽനഹിദയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയും മകളെയും ആത്മഹത്യ ചെയ്തതിന് നിലയിൽ കാണപ്പെട്ടത്. വീട്ടിലുണ്ടായിരുന്ന മെയ്ഡ് തിരിച്ച് വൈകിട്ട് 6 മണിയോടുകൂടി അവിടെ എത്തുമ്പോൾ വീടിൻ്റെ കതക് തുറക്കാതാവുകയും പിണങ്ങിക്കഴിഞ്ഞിരുന്ന വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും കതവ് ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് കടക്കുമ്പോൾ ഇരുവരും കുട്ടിയെ ഉറക്കുന്ന തൊട്ടിലിൻ്റെ കയറിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും മൃതദേഹങ്ങൾ തറയിൽ കാല് തട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇതിലാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്. എന്തായാലും ഇരുവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഷാർജയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ 17-ാം തീയതിക്കുള്ളിൽ തന്നെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം DYSP അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ ഭർത്താവ് നിതീഷ് ആക്രമിച്ച ചില ചിത്രങ്ങൾ, നിരന്തരമായി പീഡിപ്പിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം, നിതീഷ് പണത്തിനും സ്വർണത്തിനും വേണ്ടി തൻ്റെ മകളെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്ന് അമ്മ കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് മലയാളത്തിനോട് മുമ്പിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുടുംബത്തിന് മുന്നിലുള്ളത്. ഈ കുട്ടിയുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ നാട്ടിലേക്ക് കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാതിരിക്കാൻ അല്ലെങ്കിൽ കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ നിതീഷ് മാറ്റിവെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് താനും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും കേന്ദ്രമന്ത്രിമാർക്കും ഒക്കെ തന്നെ ഈ കുടുംബം പരാതി നൽകി. കോട്ടയം DYSP ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തു. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഏറ്റവും ഒടുവിൽ CBI അന്വേഷണം തന്നെ വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. തൻ്റെ മകളെ പണത്തിന് വേണ്ടി, സ്ത്രീധനത്തിന് വേണ്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് പ്രേരകമാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചത്. എന്തായാലും വളരെ നിയമവിദഗ്ധരുമായി ഒക്കെ തന്നെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും കൂടുതൽ നിയമ നടപടികളിലേക്ക് പോവുക. നാട്ടിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു FIR രേഖപ്പെടുത്തണം. അതിൻ്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ സംസ്കരിച്ച ശേഷം കൂടുതൽ പ്രതികരണത്തിന് കുടുംബം തയ്യാറാവും. ഈ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പുകൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വലിയ പീഡനമാണ് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നതെന്നാണ് ഈ വോയിസ് സന്ദേശങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും മൃതദേഹങ്ങൾ നാട്ടിൽ നിന്നും ഷാർജയിൽ നിന്നും നാട്ടിലേക്ക് അയക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ദുബായിൽ പുരോഗമിക്കുന്നത്. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.